ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചത് അതും കൂടി ഒന്ന് കാണിക്കാമെന്ന് കരുതി. ഒരു കോംബോ സെറ്റ്, ഒരു 12 കാറിൻ്റെ മിനി കോംബോ സെറ്റാണ്. 260 രൂപയായുള്ളൂ. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ചുമ്മാ മേടിച്ചാൽ അത് നല്ല രസമുണ്ട്. മെറ്റലും പ്ലാസ്റ്റിക്കുമാണ് കണ്ടൻറ്റ്. ഇനി എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അതുവരെ ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇന്നത്തെ വീഡിയോ നമ്മുടെ രേണുസുതി തന്നെയാണ് കണ്ടൻറ്റ്. ഇതിനെക്കുറിച്ച് മാത്രമേ ചെയ്യാനുള്ളൂ, നിനക്കൊന്നും വേറെ പണിയില്ലടാ എന്ന് ചോദിക്കുന്നവരോട് അവരെക്കുറിച്ച് മാത്രമേ ഇപ്പോൾ ചെയ്ത കണ്ടൻറ്റ് ഓടത്തുള്ളൂ. അതൊന്നാമത്തെ സത്യം. രണ്ടാമത്തെ കാര്യം, ഇവർ മൈക്ക് കിട്ടിയാൽ എന്തെങ്കിലും വിളിച്ചു പറയാൻ തയ്യാറാണ്. പിന്നെ അത് റിയാക്ട് ചെയ്യരുതെന്ന് ഞങ്ങളോട് പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല, അല്ലെങ്കിൽ അവരുടെ വായടപ്പിക്കുക. പിന്നെ രണ്ടാമത്തെ കേസ് കേട്ട് ഞങ്ങൾക്കൊന്നും വേറെ പണി ഇല്ലടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെയൊക്കെ പണി പിന്നെ നിങ്ങളുടെയൊക്കെ വേറെ വന്ന് ചെയ്തുവെന്ന് ചോദിക്കാൻ എനിക്ക് അറിയാൻ വേണ്ടല്ല. പക്ഷെ അത് എനിക്കിപ്പോൾ ചോദിക്കാൻ പറ്റില്ല, കാരണം ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കേണ്ട ചില അക്ഷരങ്ങളും വാക്കുകളും ഉണ്ട്. അത് ഞാൻ ചേർത്ത് ചോദിക്കാത്തതിൻ്റെ കാര്യം, ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്, അതുകൊണ്ട് മാത്രമാണ്. കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ബിഷപ്പ് നോബിൾ ഫിലിപ്പ് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ നൽകിയത്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിന് ഇൻ്റർനാഷണൽ നമ്പറുകളിൽ നിന്നൊക്കെ അസഭ്യവർഷവും ഭീഷണിയും കലർന്ന കോളുകൾ രേണുവിൻ്റെ PR ടീമിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതുകൂടാതെ അജ്ഞാതരായിട്ടുള്ള ആളുകളൊക്കെ അദ്ദേഹത്തിൻ്റെ വീടിന് ചുറ്റും വരുന്നുണ്ട്. ഇതേ തുടർന്ന് അദ്ദേഹം പരാതി പോലീസിൽ അറിയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകാൻ തയ്യാറെടുക്കുന്നുണ്ട്. വിവരം അറിയിച്ചിട്ടുണ്ട്. പോലീസ് അന്വേഷണം നടത്തുന്നതുകൊണ്ടാണ് എന്നൊക്കെയാണ് അദ്ദേഹം നൽകിയ ഇൻ്റർവ്യൂ. എന്നാൽ ഈ ഇൻ്റർവ്യൂ കണ്ടതിന് ശേഷം സത്യം പറഞ്ഞാൽ എനിക്കൊരു ചെറിയ പേടിയുണ്ട്. ഈ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് ഈ ചപ്പടാച്ചി മീശയൊക്കെ സെറ്റ് ചെയ്ത് വല്ലവന്മാരെ വന്ന് ബുള്ളറ്റ് നിൽക്കുന്ന കണ്ടുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റ് മൂത്രം ഒഴിക്കാൻ നിൽക്കുമ്പോഴായിരിക്കും ഈ സാധനത്തിനെ കാണുന്നത്. പിന്നെ പേടിച്ചില്ല, പനിയും പിടിച്ചു കഴിഞ്ഞാൽ ഉള്ളത് പണിക്കും കൂടി പോകാൻ പറ്റാതൊക്കെ അവർ. ഒന്നാമത്തെ കാര്യം, ഇതിനകത്തൊന്നും വരുമാനം കിട്ടത്തില്ല എനിക്ക്. ഇതൊന്നും മോണിറ്റൈസ് ആയിട്ടുള്ള ചാനലുമില്ല. അപ്പോൾ ഇനി പറഞ്ഞു തരാം. എനിക്ക് സത്യം പറഞ്ഞാൽ ബിഷപ്പ് നോബിൾ ഫിലിപ്പ് അദ്ദേഹത്തിനോട് സഹതാപമായിരുന്നു. കാരണം പൂർവികരായിട്ട് കൈമാറി വന്ന സ്വത്തിൻ്റെ ഒരു വിഹിതം ഒരു കലാകാരൻ്റെ കുടുംബത്തിന് ഒരു കിടപ്പാടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിട്ടു നൽകിയതിൻ്റെ പേരിലാണ് അദ്ദേഹം ഇങ്ങനെ ക്രൂശിലേർപ്പെടുന്നത്. കർത്താവ് ഈശോമിശിഹ ഭാര്യൻ്റെ പാവങ്ങളുമായിട്ടാണ് കുരിശിലേറിയതെങ്കിൽ ഇദ്ദേഹം ഒരു കുടുംബത്തിന് ഒരു കിടപ്പാടം ഉണ്ടാക്കി നൽകിയതിൻ്റെ പേരിൽ അവർ തന്നെ അദ്ദേഹത്തെ പിടിച്ച് കുരിശിലേറ്റിക്കൊണ്ടിരിക്കുക. സത്യമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ളത്, താങ്കൾ ഇവർക്ക് ഈ സ്ഥലം നൽകിയ സമയത്ത് ഇതിൽ നിന്ന് ഒരു വിഹിതം വിറ്റിട്ട്, അതായത് ഏകദേശം ആ കൊടുത്ത സ്ഥലം ഇപ്പോൾ വിറ്റ് കഴിഞ്ഞാൽ 50 ലക്ഷം രൂപയ്ക്ക് കിട്ടുമെന്നാണ് അങ്ങ് പറഞ്ഞത്. ആ സ്ഥലത്തിൻ്റെ അത്രയും സ്ഥലം തന്നെ അത് അങ്ങ് ഇവർക്ക് കൊടുക്കുന്നതിന് ഒരു വിറ്റ് നമ്മുടെ ചൂരൽമലയിലും മുണ്ടക്കയിലൊക്കെ ഉരുൾപൊട്ടലും എല്ലാവരും നഷ്ടമായ ആളുകളിൽ അവരുടെ കുടുംബത്തിന് വല്ലതും കൊടുത്തിരുന്നെങ്കിൽ താങ്കൾ ഇത്രയും വിവാദത്തിൽ വന്ന് പെടുമായിരുന്നു. ഇവർക്ക് കൊടുത്തത് തെറ്റായിപ്പോയെന്നല്ല ഞാൻ പറയുന്നത്, ഇത്രയും വിവാദങ്ങളും അപമാനവും താങ്കൾക്ക് ഏറ്റുവാങ്ങേണ്ട വരുമായിരുന്നു. അതാണെങ്കിൽ ഇപ്പോൾ വധഭീഷണിയും വല്ല ആവശ്യമുള്ള കാര്യമായിരുന്നു. സാമൂഹ്യ സേവനങ്ങളാവാം, പക്ഷേ അത് നമ്മൾ കുറച്ചൊക്കെ ശ്രദ്ധ പുലർത്തണം. അത് പുലർത്താത്തതിൻ്റെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഉണ്ടായത്. ഞാൻ പറഞ്ഞത്, അങ്ങ് അന്ന് ആ പണം മുണ്ടക്കയിലെ ചൂരൽമലയിലൊക്കെ ഉള്ള ആളുകൾക്കോ, അല്ലെങ്കിൽ ഇതിനു മുമ്പും പ്രളയത്തിലൊക്കെ കുടുംബവും വീടും ഒക്കെ നഷ്ടപ്പെട്ട നിരവധി ആളുകളുണ്ട്, അവർക്ക് ആർക്കെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഇത്രയും വിവാദമോ ഈ തരത്തിലുള്ള ഭീഷണിയോ അങ്ങേക്ക് നേരിടേണ്ടി വരത്തില്ലായിരുന്നു. എന്നാലും എനിക്കൊന്നേ പറയാനുള്ളൂ, ഈ വിവാദവും ഭീഷണിയൊക്കെ വന്ന് നിൽക്കുന്ന പശ്ചാത്തലത്തിൽ എൻ്റെ വീടിൻ്റെ വാതിക്കലെങ്ങാനും ഇമ്മാതിരി വല്ല ബുള്ളറ്റേ വന്നു നിന്ന് കഴിഞ്ഞാൽ അമ്മ ചെയ്യണ കാലും കഴിഞ്ഞ് തല്ലുപിടിക്കാൻ വല്ല ആറ്റിലും താക്കുള്ളൂ. എനിക്കൊക്കെ ചെയ്ത് നല്ല ശീലമുണ്ട്. കാരണം ഞാൻ കയ്യൊക്കിൻ്റെ ബലത്തിലും എല്ലാം എനിക്ക് നല്ല കഴിവും കാര്യങ്ങളും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. പിന്നെ ഇപ്പോൾ രേണുവിൻ്റെ PR ടീം ഈ ഇടയ്ക്കായിട്ട് നല്ല ആക്റ്റീവാണ്. ഞങ്ങൾക്ക് നേരത്തെ കമൻറ്റ് ഇത് എന്തൊരു വീഡിയോ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ താഴെ നിനക്കൊന്നും വേറെ പണിയില്ലാതെ അങ്ങനെയൊക്കെ ഇന്ന് ചോദിക്കുന്ന ആളുകളാണ്, ചോദിച്ചുകൊണ്ടിരുന്ന ആളുകൾ കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ബിഗ് ബോസിൽ രേണു വന്നതിൽ പിന്നെ ഞങ്ങളെല്ലാം കമൻറ്റ് ബോക്സിന് താഴെ നല്ല രീതിക്കുള്ള ചീത്തവിളി വരുന്നുണ്ട് പല പ്രൊഫൈലുകളിൽ നിന്ന്. അങ്ങനെ ശ്രദ്ധിച്ചപ്പോഴത്തേക്ക് പലതും സ്ത്രീകളുടെ പേരിലുള്ള പ്രൊഫൈലാണ് വന്ന് തച്ചിരുന്ന് ചീത്ത വിളിക്കുകയാണ്. പക്ഷേ എനിക്ക് ഒന്നുറപ്പാണ്, അത് സ്ത്രീകളല്ല, സ്ത്രീയുടെ പേരിലുള്ള പ്രൊഫൈൽ മാത്രമാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ എന്നിട്ടും ഞാൻ അത് അർഹിക്കുന്ന രീതിയിലുള്ള മറുപടി നൽകാത്തത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ ഇത് ഞാൻ അങ്ങ് വല്ല മറുപടിയും ചെയ്തു കഴിഞ്ഞാൽ നീയൊക്കെ കൊണ്ട് നാളെ സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഡമ്മി ആയിട്ടൊരു സ്ത്രീയെ കൊണ്ടുവന്ന് നിർത്തിക്കൊണ്ട് പരാതി കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ പുറകെ നടക്കാൻ മേല. ആവശ്യത്തിന് കേസ് എനിക്ക് കോട്ടയം ജില്ലയിലുണ്ട്. ഇനിയിപ്പം സ്റ്റേറ്റ് മുഴുവൻ നടന്ന് കറങ്ങി ഇപ്പം തൽക്കാലം കേസ് പിടിക്കാനുള്ള താല്പര്യമില്ല. അതുമല്ല, ഇമാര് നാണക്കെട്ട കേസിൽ പോയി പെടുന്നതിനും ഭേദമാടാ ഞാനിവിടെ ഉണ്ടാക്കുന്ന കേസുകൾ രാഷ്ട്രീയപരമായിട്ടുള്ളത്. അത് തീർക്കാൻ തന്നെ എനിക്ക് സമയമില്ല. പിന്നെ നിന്നെപ്പോലെ കാണുമ്പോഴും കെട്ടവന്മാർ കാണിക്കുന്ന ഇമാരുള്ള തോന്നിവാസം പിടിച്ച കമൻറ്റുകൾക്ക് മറുപടി നൽകലുമല്ല എൻ്റെ പണി.
ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് വേറെ സത്യാവസ്ഥയുണ്ട്. ഈ രേണുസുതി ഇങ്ങനെ ഒരു ക്യാരക്ടറാണോ? അതായത് എതിർക്കുന്നവരെ കൈകയറ്റം ചെയ്യാനായിട്ടുള്ള ആളുകളെ എടുക്കുന്ന ഒരു വ്യക്തിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അടുത്തൊരു ഹാസ്യ കലാകാരൻ, അതായത് നമ്മുടെ കൊല്ലസുതിയുമായിട്ട് ഏകദേശം രൂപസാദൃശ്യമുള്ള ഒരു ഹാസ്യ കലാകാരൻ നടത്തിയൊരു ഇൻ്റർവ്യൂ നമ്മളെല്ലാം കണ്ടതാണ്. അതിനകത്തും അദ്ദേഹം പറയുന്നുണ്ട്, രേണുവിൻ്റെ ഡീറ്റെയിൽസ്, സീക്രട്സ് എല്ലാം കൂടി അദ്ദേഹം കൊല്ലസുതിയുടെ സുഹൃത്തുക്കൾക്കെല്ലാം അയച്ചു കൊടുത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തെ അടിക്കാനായിട്ട് ആളെ ഏർപ്പാടാക്കിയ വ്യക്തിയാണ് രേണു എന്ന് പറയുന്നുണ്ട്. അന്നേരം ഇത് ബിഗ് ബോസിൽ എത്തുന്നതിന് മുന്നേ ഇവർക്ക് ഇങ്ങനത്തിലുള്ള സംവിധാനങ്ങൾ സെറ്റപ്പ് ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ ഇപ്പോൾ നമുക്ക് വിശ്വസിക്കാം. ഇനിയിപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ ഞാനും പരാതി കൊടുത്താണ് രേണുവിനെതിരെ. ഇനിയിപ്പോൾ എൻ്റെയൊക്കെ കയ്യും കാലം തല്ലി പിടിക്കാനൊക്കെ ആളെ ഇറക്കുമാവോ? ഇനിയിപ്പോൾ അതിൽ അങ്ങനെ ഞങ്ങൾ കുറച്ച് പേരൊക്കെ ഉണ്ട്. ഞാൻ അത്ര ആക്റ്റീവായിട്ടും എൻ്റെ വീഡിയോസ് അത്ര ശ്രദ്ധിക്കപ്പെടാത്ത കാരണമായിരിക്കും ചേച്ചി എൻ്റെ കാലും കൈയും തല്ലിടിക്കാൻ ആളെ ഏർപ്പാടാക്കത്ത്. അതുലിനെ പോലുള്ളവരുടെ കാര്യമൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ ലൂണാറ്റാക്സ്, അതൊരു പെൺകുട്ടി നടത്തുന്ന ചാനലാണ്. അവരുടെ പേര് മറ്റൊന്നാണ്, അത് ഞാനിപ്പോൾ റിലീവ് ചെയ്യുന്നില്ല. കഴിഞ്ഞ ദിവസം ആ കുട്ടി ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ താഴെ വന്ന് കുറേ കമൻ്റ് ഇട്ട ഒരു മോൻ്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ പങ്കുവെച്ചുകൊണ്ട്, അവനും ഈ PR ടീമിൻ്റെ ഭാഗമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ളപ്പം ഞങ്ങൾക്കൊക്കെ ശകലം ഭീഷണി ഉണ്ടായിരിക്കും എന്നൊക്കെ കരുതുന്നു. ഇനിയിപ്പോൾ എന്നാണ് ഇൻ്റർനാഷണൽ നമ്പറിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് കോൾ വരുന്നത്. എന്നെ വിളിക്കുന്നവന്മാർ നല്ല ചെവിക്കത് പഞ്ഞി വെച്ചിട്ട് വിളിക്കണം, ഇല്ലെങ്കിൽ ഞാൻ നല്ല പൂരപ്പാട്ട് പാടും. അപ്പോൾ ശരിയാണ്.